ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡോർ ഷൂട്ടിംഗ് ആണ്. സോ ഇന്ന് കുറച്ച് നല്ല അടിപൊളി പിസ്റ്റൾസ് കിട്ടിയിട്ടുണ്ട്. നല്ല വേൾഡ് റിനൗണ്ട് പിസ്റ്റൾസ് ആണ്. ഫ്രം ഗ്ലോക്ക് 6R ഉണ്ട്, പിന്നെ അതുപോലെ സ്പ്രിംഗ്ഫീൽഡ്. സോ അങ്ങനെ കുറച്ച് നല്ല അടിപൊളി ഗൺസ് ഉണ്ട്. പിന്നെ റൈഫിൾസ് ആണെങ്കിൽ അഗെയിൻ വി ഹാവ് സം ഗുഡ് കളക്ഷൻ ഹിയർ. AR-15 പ്ലാറ്റ്ഫോം, വേറെ സിർക്കോൺ, അങ്ങനെ കുറച്ച് ഇവിടെ ഉണ്ട്. പിന്നെ AR-15 ഉണ്ട്, ആക്ച്വലി ഒറിജിനൽ AR-15 പ്ലാറ്റ്ഫോം. സോ അങ്ങനെ കുറച്ച് ഗൺസ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കൂടാതെ ഇന്ന് കുറച്ച് നമ്മൾ മുന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെറിയ, ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, CQB ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അർബൻ വാർഫെയർ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ്സ് വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ ക്ലോസ് കൺഫൈൻഡ് സ്പേസസിൽ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ നോക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ അഗെയിൻ ദിസ് ഇസ് ബേസിക് ട്രെയിനിങ്, സോ അധികം എക്സ്പെക്റ്റ് ചെയ്യരുത്. സോ യെസ്, പിന്നെ മുന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ആക്ച്വലി റിവ്യൂ ചെയ്തപ്പം അന്ന് നമ്മൾക്ക് ആക്ച്വലി വിചാരിച്ച അത്ര ടൈം നമുക്ക് കിട്ടിയില്ല. അവിടെ മിലിറ്ററി അവിടെ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത റേഞ്ച് പെട്ടെന്ന് മാറ്റേണ്ടി വന്നു. സോ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് വന്നിരുന്നു. സോ കുറച്ച് ടൈം കൺഫൈൻമെൻറ്റ്സ് വന്നിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത് നമ്മൾ ഒരുവിധം വീഡിയോസൊക്കെ ഒറ്റ ടേക്കിൽ എടുത്തതായിരുന്നു. സോ ഒബ്വിയസ്ലി ഞാൻ പിന്നെ നോക്കിയപ്പം ഡെഫിനറ്റ്ലി കുറേ അതിൽ ഡ്രോബാക്സ് കുറേ കണ്ടു, കുറേ ടെക്നിക്കൽ ഇഷ്യൂസ്. ഐ മീൻ ശരിക്ക് ടാക്ടിക്കൽ ഷൂട്ടിംഗ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കുറേ ഡ്രോബാക്സ് കാണാൻ പറ്റും. സോ അഗെയിൻ ക്ഷമിക്കുക, ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. സോ അധികം ടൈം എടുക്കുന്നില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഗൺസ്. You're good. Okay. So just let me know when I can start and then I will start. Okay, so first introduce ചെയ്യുന്നത് ബേസിക്കലി ഗ്ലോക്ക് 17. വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺ ആണ് ആക്ച്വലി ഈ ഗണ്ണ്. പിന്നെ ഇത് കുറച്ച് അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ സൈലൻസർ ഉണ്ട്, അല്ലെങ്കിൽ സപ്രസർ, അങ്ങനെ പലതും പറയും. സൈലൻസർ. സോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മളെ പേരിൽ തന്നെ ഉണ്ട്. ബേസിക്കലി നമ്മൾ ഈ ഒരു അറ്റാക്ക് ചെയ്യുന്ന ആക്ച്വലി നമ്മൾ സൗണ്ട് അധികം ആൾക്കാർ അറിയണ്ടെങ്കിൽ ബേസിക്കലി എന്താ പറയുക, സാധാരണ നിങ്ങൾക്കറിയാം ഒരു ഗണ്ണ് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. നിങ്ങൾ ശരിക്കും ഒരു ഗൺ ഫയർ ചെയ്യുന്ന അടുത്ത് നിന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ശരിക്കും നിൽക്കുകയാണെങ്കിൽ ശരിക്കും ചെവി പണിയാവും, അത്രയും സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഓൾവേസ് യു ഹാവ് ഇയർ ഹെഡ്ഫോൺസ്, ആക്റ്റീവ് ഹെഡ്ഫോൺസ് ആണ്. സോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോട്ടിൻ്റെ സൗണ്ട് നമ്മൾ കുറയും, പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ആംപ്ലിഫൈ കേൾക്കാൻ പറ്റും ആക്റ്റീവ് ഹെഡ്സെറ്റ്സിൽ. ഓക്കെ, സോ ഗ്ലോക്ക് 17 1982 ആണ് എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ഡിസൈൻ ചെയ്തത്. ഓസ്ട്രിയൻ കമ്പനിയാണ് ഗ്ലോക്ക്, അവർ ഡിസൈൻ ചെയ്ത ഗണ്ണാണ് ഗ്ലോക്ക് 17. എൻ്റെ അടുത്തുള്ളത് ആക്ച്വലി നിങ്ങൾ കാണാൻ പറ്റും, ഇത് ജനറേഷൻ 5 ആണ്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൈറ്റ് വെയ്റ്റ് ആണ്. മുന്നേ അപേക്ഷിച്ച് റൈഫിൾസ് ഐ മീൻ പിസ്റ്റൾസ് വെച്ച് നോക്കുമ്പോൾ ഇത് പോളിമറാണ്. സോ ദിസ് ആർ ദ ഫസ്റ്റ് പോളിമർ, വെരി ഫ്യൂ പീസസ്. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ജസ്റ്റ് 33 പീസസ് ഉള്ളത് ആക്ച്വലി. ഐ മീൻ ഇതിൻ്റെ ടോട്ടൽ ഈ ഗണ്ണിൻ്റെ നമ്മൾ ഡിസസംബിൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കമ്പണൻസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ റിലയബിളാണ്, അധികം പാർട്സ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, പിന്നെ വേൾഡ് വൈഡ് അഡോപ്റ്റ് ചെയ്തൊരു പിസ്റ്റലാണിത്. അക്യുറസി ഈസ് ഗുഡ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്ക് സാധാരണ പിസ്റ്റളിൽ കാണാറുള്ള പോലെ ഒരു സേഫ്റ്റി ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ സേഫ്റ്റി ക്യാച്ച് കാണാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇതിൽ സേഫ്റ്റി മെക്കാനിസം ഉണ്ട്, പക്ഷേ ഒരു എക്സ്റ്റേണൽ സേഫ്റ്റി ബട്ടൺ ഇതിലില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു പ്രശ്നമായി കാണാറുണ്ട്. പക്ഷേ എന്തായാലും ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ദേ ലവ് ദിസ് ഗൺ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, വെരി ഗുഡ് ടു ഷൂട്ട്. കാണിച്ചത് എങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ഡെഫിനറ്റ്ലി ഈ വീഡിയോൻ്റെ ശേഷമുള്ള ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ഗൺ. അഗെയിൻ ബ്യൂട്ടിഫുൾ. ഇതാണ് ഇതിൻ്റെ magazine release button. Here cocking is very easy. Okay, so we have a empty ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്.
ഓക്കെ സോ നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ബേസിക്കലി സൈലൻസറുള്ള അല്ലെങ്കിൽ സപ്രസറുള്ള ഒരു ഗ്ലോക്ക് 17. ഓക്കെ സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഈ സൗണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഓക്കെ സോ ഐ എം ഗോയിങ് ടു ക്ലോക്ക് ഇറ്റ്, ഹിറ്റ് ഇറ്റ്, ഐ എം റെഡി. സോ ആക്ച്വലി ഞാൻ സപ്രസറുള്ള പിസ്റ്റൾ ഞാൻ ആക്ച്വലി ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. സോ അത് എങ്ങനെ ഇതിനെ ബാധിക്കുന്നത് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ഇവൺ ഐ എം ക്യൂരിയസ് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. Okay. Okay, fine. Not bad. Let me see if I can. Okay, I'm empty. Release the magazine. Safety shot. Good. ഓക്കെ ഇൻട്രസ്റ്റിംഗ്. സോ ആ സൗണ്ടിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ആ സൗണ്ടിലെ ഡിഫറൻസ്. ഓക്കെ സോ ബേസിക്കലി നമ്മൾ ഈ സപ്രസർ വെച്ച് ഇതാക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു നീഡ് ടു ട്രെയിൻ. കാരണം നമ്മൾ ഈ അയൺ സൈറ്റും ടാർഗറ്റും തമ്മിലുള്ള ആ ഒരു ഇതിൽ യു ഫീൽ ദിസ് ഈ സപ്രസറിൻ്റെ ഭാഗം അത് ഇൻ്റർഫിയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഐ തിങ്ക് വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രെയിനിങ് യു ക്യാൻ ഈസിലി ഡു ദാറ്റ്. കാരണം ഇപ്പോൾ ഞാനത് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത്, ബട്ട് യു ക്യാൻ സ്റ്റിൽ സീ ദാറ്റ് 2 of my shots are still within this area, which is not bad. Definitely it could improve, but yes, not too bad.